ഹായ് ഹലോ വെൽക്കം ടു വൺസ്. സോ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് KTUവിന്റെ S4EE ബ്രാഞ്ചിന്റെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ മൊഡ്യൂൾ 1 വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് വൺസ് ആൻഡ് ടൂസ് കോംപ്ലിമെന്റ് ഓഫ് എ ബൈനറി നമ്പർ. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോംപ്ലിമെന്റ്സിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ വൺസ് ആൻഡ് ടൂസ് കോംപ്ലിമെന്റ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടു കോംപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു നമ്പർ സിസ്റ്റത്തിലെ കോംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ എക്സിസ്റ്റ് ടു കോംപ്ലിമെന്റ്സ് ഫോർ എവറി നമ്പർ സിസ്റ്റം വിത്ത് ബേസ് ആർ. അതായത് ബേസ് ആർ ആയിട്ടുള്ള ഏത് നമ്പർ സിസ്റ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിന് രണ്ട് കോംപ്ലിമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ആർസ് കോംപ്ലിമെന്റ് ആൻഡ് R-1's കോംപ്ലിമെന്റ്. ഏത് ബേസിലുള്ള നമ്പർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും അതിന് രണ്ട് കോംപ്ലിമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സപ്പോസ് ഡെസിമൽ നമ്പർ സിസ്റ്റം എടുക്കുന്നു. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രയാ? 10 ആണ്. സോ ദർ എക്സിസ്റ്റ് 10's കോംപ്ലിമെന്റ് ആൻഡ് 9's കോംപ്ലിമെന്റ്. നമ്മൾ വേറൊരു നമ്പർ സിസ്റ്റം എടുക്കുന്നു. സപ്പോസ് ബൈനറി നമ്പർ സിസ്റ്റം എടുക്കുന്നു. ഇറ്റ്സ് ബേസ് ഈസ് 2, R is equal to 2. So there exists 2's കോംപ്ലിമെന്റ് ആൻഡ് 1's കോംപ്ലിമെന്റ്, R's കോംപ്ലിമെന്റ് ആൻഡ് R-1's കോംപ്ലിമെന്റ്. അപ്പോൾ ഏതൊരു നമ്പർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിന് എത്ര കോംപ്ലിമെന്റ്സ് ഉണ്ടാവും? രണ്ട് കോംപ്ലിമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബൈനറി നമ്പർ സിസ്റ്റം ആണ്. അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റത്തിന് രണ്ട് കോംപ്ലിമെന്റ്സ് ആണുള്ളത്, 2's കോംപ്ലിമെന്റും 1's കോംപ്ലിമെന്റും. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് എന്താണ് ഈ കോംപ്ലിമെന്റ്സ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1's കോംപ്ലിമെന്റ് എന്താണെന്നുള്ളതാണ്. സോ ഫൈൻഡിങ് ദ 1's കോംപ്ലിമെന്റ്. The 1's complement of a binary number is found by changing all 1's to 0s and all 0s to 1. Okay? അത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. എല്ലാ 1'സിനെയും 0 ആക്കുക, എല്ലാ 0'നെയും 1 ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് 1's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം. 10110010 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ 1's കോംപ്ലിമെന്റ് കാണാൻ വേണ്ടി നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ 0'സിനെയും 1 ആക്കുക, എല്ലാ 1'നെയും 0 ആക്കുക. ജസ്റ്റ് ഇൻവേർട്ട് ദ ബിറ്റ്സ്. ഓക്കെ? അപ്പോൾ 0'നെ 1 ആക്കി, 1'നെ 0 ആക്കി, 0'നെ 1 ആക്കി, 0'നെ 1 ആക്കി, 1'നെ 0 ആക്കി, 1'നെ 0 ആക്കി, 0'നെ 1 ആക്കി, 1'നെ 0 ആക്കി. സോ ദിസ് ഈസ് ദ 1's കോംപ്ലിമെന്റ് ഓഫ് ദ ഗിവൺ നമ്പർ. എന്ത് സിമ്പിൾ ആണെന്ന് നോക്കി. ഓക്കെ, അപ്പോ ഏത് നമ്പറിന്റെയും 1's കോംപ്ലിമെന്റ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ആ നമ്പർ എടുക്കുക, ആ നമ്പറിൽ 1'സിനെ മുഴുവൻ 0s ആക്കുക, 0'സിനെ മുഴുവൻ 1's ആക്കുക. കഴിഞ്ഞു. 1's കോംപ്ലിമെന്റിന്റെ പരിപാടി കഴിഞ്ഞു. Then comes the 2's complement. 2's complement 1's കോംപ്ലിമെന്റിന്റെ അത്ര എളുപ്പമല്ല എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ എളുപ്പം തന്നെയാണ്. 2's കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ന്റെ കൂടെ 1 കൂട്ടുമ്പോഴാണല്ലോ 2 കിട്ടുന്നത്. അപ്പോൾ 2's കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണലി നമ്മൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? The 2's complement of a binary number is found by adding 1 to the LSB of 1's complement. ഒന്നുമില്ല, 1's കോംപ്ലിമെന്റിന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണോ അതാണ് 2's കോംപ്ലിമെന്റ്. എപ്പോഴും കൂട്ടുന്ന സമയത്ത് നമ്മൾ ആദ്യം കൂട്ട LSBയുടെ കൂടെയല്ലേ, അതുകൊണ്ട് അവിടെ LSB എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ 2's കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു 1's കോംപ്ലിമെന്റ് പ്ലസ് 1. പേടിക്കണ്ട, ഇതിന് വേറെ മെത്തേഡ് ഉണ്ട്. 1's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് 2's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം. പക്ഷേ നമ്മൾ ആദ്യം അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രഡീഷണൽ മെത്തേഡ് ആദ്യം പറയാം. സോ ഫൈൻഡ് ദ 2's കോംപ്ലിമെന്റ് ഓഫ് എ പർട്ടിക്കുലർ നമ്പർ തന്നിട്ടുണ്ട്. എന്താ നമ്മുടെ സ്റ്റെപ്പ്? 1's കോംപ്ലിമെന്റ് കാണാ, അതിന്റെ കൂടെ 1 കൂട്ടുക. അപ്പൊ ആദ്യം നമ്മൾ ആ നമ്പറിനെ അതേപടി എഴുതി അതിന്റെ 1's കോംപ്ലിമെന്റ് കാണാൻ പോകും. എങ്ങനെ നമ്മൾ 1's കോംപ്ലിമെന്റ് കാണാം? എല്ലാ 0'നെയും 1 ആക്കുക, എല്ലാ 1'നെയും 0 ആക്കുക. സോ അങ്ങനെ ചെയ്തു. 0'നെ 1 ആക്കി, 1'നെ 0 ആക്കി. നോക്കിക്കോ, എല്ലാ ബിറ്റിനും ഇൻവേർട്ട് ചെയ്തു. സോ ദിസ് ഈസ് ദ 1's കോംപ്ലിമെന്റ് ഓഫ് ദ ഗിവൺ നമ്പർ. ഇനി എന്ത് ചെയ്യണം? ആഡ് 1. Then you will get the 2's complement. നോക്കിക്കേ, add 1 ഇതിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 1 plus 1 is 1 0, sum is 0, carry is 1. 0 plus 1 is 1, 1 1 1 1. ഇനിയൊന്നും കൂട്ടാനില്ലല്ലോ. 0 0 0 0 1 1 0. This is the 2's complement of the given binary number. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം ആ നമ്പറിന്റെ 1's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക. 1's കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? 1 ആഡ് ചെയ്യുക. Then you will get the 2's complement. മാജിക് അവിടെയല്ല. മാജിക് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ഷോർട്ട് കട്ട് മെത്തേഡിന്റെ ഡെഫിനിഷൻ കുറച്ച് ട്രിക്കി ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഡെഫിനിഷൻ എഴുതിയിരിക്കുന്നത്? സ്റ്റാർട്ട് അറ്റ് ദ റൈറ്റ് വിത്ത് ദ LSB and write the bits as they are up to it and including the first bit. Take the 1's complement of the remaining bits. പേടിക്കണ്ട, സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അതായത് നമ്മളോട് ഇവിടെ ഒരു നമ്പറിന്റെ 2's കോംപ്ലിമെന്റ് കാണാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നു. എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ റൈറ്റ് മോസ്റ്റ് ബിറ്റിന്ന് നമ്മൾ വരാം. ഏറ്റവും റൈറ്റ് കിടക്കുന്ന ബിറ്റിന്ന് വരാം. ഏറ്റവും റൈറ്റ് കിടക്കുന്ന ബിറ്റ്, അതായത് LSB എന്ന് വരാം. LSB ന്ന്
ഫസ്റ്റ് വൺ എൻകൗണ്ടർ ചെയ്യുന്നത് വരെ അങ്ങനെ തന്നെ ബിറ്റ്സിനെ എഴുതാം. അപ്പോൾ LSB ഫസ്റ്റ് ബിറ്റ് ഏതാ 0, അതിനങ്ങനെ തന്നെ എഴുതി. ഈ ബിറ്റ് ഏതാ 0, അതിനങ്ങനെ തന്നെ എഴുതി. ഈ ബിറ്റ് ഏതാ 0, അതിനങ്ങനെ തന്നെ എഴുതി. അതാ ഫസ്റ്റ് വൺ എൻകൗണ്ടർ ചെയ്തു, അതിനെയും അങ്ങനെ തന്നെ എഴുതി, അവിടെ നിർത്തുക. പിന്നെ വരുന്ന എല്ലാ ബിറ്റ്സിനെയും ഇൻവേർട്ട് ചെയ്യാം. പിന്നെ അടുത്ത വരുന്നത് ആരാ 1, സോ ഇൻവേർട്ട് ദ ബിറ്റ് 0. അടുത്ത വരുന്ന ആരാ 1, ഇൻവേർട്ട് ദ ബിറ്റ് 0. അടുത്ത വരുന്ന ആരാ 0, ഇൻവേർട്ട് ദ ബിറ്റ് 1. അടുത്ത വരുന്ന ആരാ 1, ഇൻവേർട്ട് ദ ബിറ്റ് 0. സോ ദിസ് ഈസ് ദ 2's കോംപ്ലിമെന്റ് ഓഫ് ദ ഗിവൺ നമ്പർ. കണ്ടോ, 0 1 00 1 000. അപ്പൊ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന നമ്പർ അവിടെ വെക്കുക. ആ നമ്പറിന്റെ LSB ലെഫ്റ്റിലോട്ട് വരിക. LSB ലെഫ്റ്റിലോട്ട് വരുന്ന സമയത്ത് ആരെ ആദ്യം നോക്കേണ്ടത്? ഫസ്റ്റ് വൺ. അതിനെ നമ്മൾ സീക്ക് ബിറ്റ് എന്ന് പറയും. സീക്ക് ബിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, കിട്ടുന്നത് വരെ ആ ബിറ്റ്സിനെ അങ്ങനെ തന്നെ എഴുതുക. സീക്ക് ബിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നേരെ ബിറ്റ്സിനെ ഇൻവേർട്ട് ചെയ്യുക. അപ്പോ നേരത്തെ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഉണ്ട്. 2's കോംപ്ലിമെന്റ് ഓഫ്, ഇത് നമ്മൾ 1's കോംപ്ലിമെന്റ് പ്ലസ് 1 വെച്ചിട്ട് 2's കോംപ്ലിമെന്റ് കണ്ടുപിടിച്ച എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഉണ്ട്. അതിൽ നമ്മൾ ഈ മെത്തേഡ് വഴി, ഷോർട്ട് കട്ട് മെത്തേഡ് വഴി കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഏതാ നമ്പർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 10110010 2's കോംപ്ലിമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? LSB സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ബിറ്റ് ഏതാ 0, സെക്കൻഡ് ബിറ്റ് ഏതാ 1. ഫസ്റ്റ് 1 കിട്ടിയില്ലേ? ഫസ്റ്റ് 1 കിട്ടി, നിർത്തി. ഇനി എന്ത് ചെയ്യുക? എല്ലാ ബിറ്റ്സിനെയും ഇൻവേർട്ട് ചെയ്യുക. സോ 0നെ 1 ആക്കുക, 0നെ 1 ആക്കുക, 1ന് 0 ആക്കുക, 1ന് 0 ആക്കുക, 0നെ 1 ആക്കുക, 1ന് 0 ആക്കുക. സോ 0 1 00 111 ഓക്കെ, അതല്ലേ നേരത്തെ മെത്തേഡ് വഴി നമുക്ക് കിട്ടിയിരിക്കുന്നത്? യെസ്. സോ ദിസ് ഈസ് ദ മെത്തേഡ് ടു ഫൈൻഡ് 2's കോംപ്ലിമെന്റ്. അപ്പൊ 1's കോംപ്ലിമെന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നു, 2's കോംപ്ലിമെന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് മനസ്സിലായല്ലോ. 1's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് എല്ലാ ബിറ്റ്സിനെയും എന്ത് ചെയ്യുക? ഇൻവേർട്ട് ചെയ്യാം. 2's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഒന്നുകിൽ 1's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക, അതിന്റെ കൂട്ടത്തിൽ 1 ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ആ ബിറ്റിന്റെ, ആ തന്നിരിക്കുന്ന നമ്പറിന്റെ റൈറ്റ് വരിക, LSB വരിക. LSB വന്നിട്ട് ഫസ്റ്റ് 1 വരുന്നത് വരെ ബിറ്റ്സിന് അതേപടി എഴുതാം. ഫസ്റ്റ് 1 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനെയും ഇൻവേർട്ട് ചെയ്ത് എഴുതാം. നെക്സ്റ്റ്, വൈ വി ആർ യൂസിങ് ദിസ് കോംപ്ലിമെന്റ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോംപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്നത്? കോംപ്ലിമെന്റ്സ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സബ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ്. സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോംപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോംപ്ലിമെന്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സബ്ട്രാക്ഷൻ അഡീഷൻ ആയിട്ട് മാറും. അതായത് ഫോർ എൻ എക്സാമ്പിൾ, വി ഹാവ് ടു ഫൈൻഡ് 15 - 10. 15 - 10 കാണണം എന്ന് വിചാരിക്കാം. 15 എന്ന് പറയുന്നതിന്റെ ബൈനറി എത്രയാ? 1 1 1 1 ആണ്. 10ന്റെ ബൈനറി എത്രയാ? 1 0 1 0. നമുക്കറിയാം ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1 1 - 1 0 1 - 0 1 1 - 1 0. യു വിൽ ഗെറ്റ് 0 1 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 5 ആണ്. സോ യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ആസ് 5. ഇതാണ് കിട്ടാൻ പോകുന്നത്, നമുക്കറിയാം. ഇനി നമ്മൾ കോംപ്ലിമെന്റ്സ് ഉപയോഗിച്ചിട്ട് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് റിസൾട്ട് വരിക നോക്കാം. അപ്പോൾ സബ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ് ബേസിക്കലി കോംപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് 1's കോംപ്ലിമെന്റ് ഉപയോഗിച്ച് നമുക്ക് സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യാം, 2's കോംപ്ലിമെന്റ് ഉപയോഗിച്ച് നമുക്ക് സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് നോക്കാം. നമുക്ക് 15 ഈ നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ ആണ് ചെയ്യേണ്ടത്. ഈ നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്പറിനെ അതേപടി എഴുതും, 1 1 1 1. ഓക്കെ, സെക്കൻഡ് നമ്പറിനെയാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് അല്ലെ. സെക്കൻഡ് നമ്പറിന്റെ 1's കോംപ്ലിമെന്റ് എടുക്കുക, എന്നിട്ട് ആദ്യത്തെ നമ്പറിന്റെ കൂടെ ആഡ് ചെയ്യാം. സെക്കൻഡ് നമ്പറിന്റെ 1's കോംപ്ലിമെന്റ് അത് എത്രയാ വരിക? 1 0 1 0 അല്ലെ. സോ സെക്കൻഡ് നമ്പറിന്റെ 1's കോംപ്ലിമെന്റ് 1 0 1 0. സോ ദിസ് ഈസ് ദ 1's കോംപ്ലിമെന്റ് ഓഫ് ദ സെക്കൻഡ് നമ്പർ. എന്നിട്ട് എന്ത് ചെയ്യുക? രണ്ടും കൂടെ ആഡ് ചെയ്യുക. കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കണം? ഇതായിരിക്കണേ. സ്റ്റെപ്പ് കഴിഞ്ഞിട്ടില്ല, ആഡ് ചെയ്യാൻ പോവാണ്. 1 + 1 is 1 0, sum is 0, carry is 1. 1 + 1 again 1 0, sum is 0, carry is 1. 1 + 1 1 0, 1 0 + 1 1 1, sum is 1, carry 1. 1 + 1 is 1 0, carry is 1. റിസൾട്ട് നമുക്ക് സെയിം കിട്ടിയോ? ഇല്ല. അതെന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് വെച്ചാൽ സ്റ്റെപ്പ് തീർന്നിട്ടില്ല. സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അഡീഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് എത്ര നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത്? 4 നമ്പറും 4 നമ്പറും കൂടെ ആഡ് ചെയ്യുന്നത്. 4 നമ്പറും 4 നമ്പറും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് റിസൾട്ടിൽ ഒരു 5ാമത്തെ നമ്പർ ഉണ്ടെങ്കിൽ ഈ നമ്പറിനെ നമ്മൾ എൻഡ് ക്യാരി എന്നാണ് പറയാ. ഫൈനലി ഉണ്ടായിരിക്കുന്ന ക്യാരി. ഈ എൻഡ് ക്യാരിനെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ റൗണ്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻഡ് ക്യാരിനെ ലാസ്റ്റ് ബിറ്റിന്റെ കൂടെ ആഡ് ചെയ്യാം. then you will get 0 1 0 1. നേരത്തെ കിട്ടിയ സെയിം റിസൾട്ട് അല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്? നോക്കൂ. യെസ്. അപ്പോൾ 1's കോംപ്ലിമെന്റ് വഴി സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? ഒരു നമ്പർ മൈനസ് രണ്ടാമത്തെ നമ്പറാണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടെങ്കിൽ ആദ്യത്തെ നമ്പറിനെ അങ്ങനെ തന്നെ എഴുതുക. രണ്ടാമത്തെ നമ്പറിന്റെ 1's കോംപ്ലിമെന്റ് എടുക്കുക. രണ്ടാമത്തെ നമ്പറിന്റെ 1's കോംപ്ലിമെന്റ് ആദ്യത്തെ നമ്പറിന്റെ കൂടെ ആഡ് ചെയ്യുക. എൻഡ് ക്യാരി ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? റൗണ്ട് ചെയ്യുക.
ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൻഡ് ക്യാരിനെ കൊണ്ടുപോയിട്ട് കിട്ടിയ റിസൾട്ടിന്റെ കൂടെ ആഡ് ചെയ്യുക. സോ ദിസ് ഈസ് ദ റിസൾട്ട്. ഓക്കെ, ഇതേ ഓപ്പറേഷൻ നമുക്ക് 2's കോംപ്ലിമെന്റ് വഴി സബ്ട്രാക്ഷൻ പെർഫോം ചെയ്ത് നോക്കാം. അപ്പോൾ ചെയ്യേണ്ടത് സെയിം തന്നെയാണ്. ദാറ്റ് ഈസ് വി ഹാവ് ടു സബ്ട്രാക്ട് ഫ്രം 1 1 1 1 മൈനസ് 1 0 1 0. സോ വി ആർ എക്സ്പെക്ടിങ് ദ റിസൾട്ട് 0 1 0 1. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട്. നോക്കാം, 2's കോംപ്ലിമെന്റ് സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴും 1's കോംപ്ലിമെന്റ് വഴി ചെയ്ത പോലെ തന്നെ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്പറിനെ അങ്ങനെ തന്നെ എടുത്തെഴുതാം. സെക്കൻഡ് നമ്പറിന്റെ 2's കോംപ്ലിമെന്റ് എടുക്കുക. നേരത്തെ 1's കോംപ്ലിമെന്റ് ആണ് എടുത്തത്, ഇവിടെ സെക്കൻഡ് നമ്പറിന്റെ 2's കോംപ്ലിമെന്റ് എടുക്കുക. എങ്ങനെ 2's കോംപ്ലിമെന്റ് എടുക്കുക? LSB എന്ന് വരിക, ഫസ്റ്റ് 1 വരുന്നവരെ അങ്ങനെ എഴുതുക, അതിനുശേഷം തിരിച്ചെഴുതുക. LSB എന്ന് വരുന്നു 0 1, ഫസ്റ്റ് 1 കിട്ടി, പിന്നെ തിരിച്ചെഴുതുക 0 1 1 0. സോ 0 1 1 0, ദിസ് ഈസ് ദ 2's കോംപ്ലിമെന്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. സോ ദിസ് ഈസ് ദ 2's കോംപ്ലിമെന്റ് മെത്തേഡ്. ആഡ് ചെയ്തേ 1 + 0 1, 1 + 1 1 0 carry 1, 1 + 1 + 1 1 1 carry 1, 1 + 1 1 0 carry 1. ഇവിടെയും എന്തുണ്ട്? എൻഡ് ക്യാരി ഉണ്ട് അല്ലെ? ഇവിടെയും എന്തുണ്ട്? എൻഡ് ക്യാരി ഉണ്ട്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യരുത്? 2's കോംപ്ലിമെന്റ് വഴി ചെയ്യുന്ന സമയത്ത് 2's കോംപ്ലിമെന്റ് സബ്ട്രാക്ഷൻ ആണ് നിങ്ങൾ പെർഫോം ചെയ്യുന്നതെങ്കിൽ എൻഡ് ക്യാരിനെ ഡിസ്കാർഡ് ചെയ്യുക. ഡിസ്കാർഡ് ദ എൻഡ് ക്യാരി. The left will be the result. 0 1 0 1, 0 1 0 1 is the result. So this is how we can perform the subtraction operation using 1's complement and 2's complement. ഇപ്പോൾ ക്ലിയർ ആയല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് 1's complement യൂസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ജനറലി കോംപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്നത്? സബ്ട്രാക്ഷൻ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്. 1's complement സബ്ട്രാക്ഷൻ എങ്ങനെ പെർഫോം ചെയ്യും, 2's complement ഓപ്പറേഷൻ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യും എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഷൻ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ എല്ലാ മൊഡ്യൂൾസിന്റെയും S4 വരുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ എല്ലാ മൊഡ്യൂൾസിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മുടെ വൺസ് ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സ് S4ന്റെ കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓഫർ പ്രൈസിന് അവൈലബിൾ ആണ്. സോ എല്ലാവരും കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. ഓക്കെ, താങ്ക് യു.